കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് ഇരട്ട വോട്ടെന്ന് പരാതി. കോർപ്പറേഷൻ എളയാവൂർ സൗത്ത് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി വിജിനയ്ക്കാണ് ഇരട്ട വോട്ടുള്ളത്. എളയാവൂർ സൗത്ത് ഡിവിഷനിലും പായം പഞ്ചായത്തിലെ 9-ാം വാർഡിലുമാണ് വിജിനയ്ക്ക് വോട്ട്. സ്ഥാനാർത്ഥിയെ അയോഗ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF കളക്ടർക്ക് പരാതി നൽകി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഈ ഇരട്ട വോട്ട് ആരോപണമൊക്കെ ദേശീയ വ്യാപകമായി ഇങ്ങനെ ആരോപിക്കുകയാണ് CPM. ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ ഇരട്ട വോട്ടെന്ന് പരാതി ഉയർന്നിരിക്കുന്നു. വിവരങ്ങൾ. നീലിമ, വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലമുണ്ടാക്കിയ ആൾക്കാരാണ് CPM. അതേ CPMന്റെ സ്ഥാനാർത്ഥിയാണ് കണ്ണൂർ കോർപ്പറേഷനിലെ എളയാവൂർ ഡിവിഷനിൽ ഇരട്ട വോട്ടെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. എളയാവൂർ സൗത്ത് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയായ വിജനയ്ക്കാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് എളയാവൂർ സൗത്ത് ഡിവിഷനിലും അതുപോലെ തന്നെ ഇവരുടെ സ്വന്തം നാടായ പായം പഞ്ചായത്തിലെ 9-ാം വാർഡിലും വോട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വോട്ടർ പട്ടികയിൽ ഈ 2 സ്ഥലങ്ങളിലും വിജനയ്ക്ക് വോട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് വലിയ വിവാദമാവുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെ UDFകാർ ഇവരെ അയോഗ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇവർ മത്സരിക്കാൻ യോഗ്യരല്ല, കാരണം 2 സ്ഥലങ്ങളിൽ വോട്ടുള്ളത് മറച്ചുവെച്ചു. ഒരു സ്ഥലത്ത് വോട്ടുള്ളത് മറച്ചുവെച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് വോട്ട് ചേർത്തതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ UDF നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് തന്നെയാണ് ഇവർ അയോഗ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. നീലിമ, ശരി, LDF സ്ഥാനാർത്ഥിക്കെതിരെ ഇരട്ട വോട്ട് ആരോപണം ഉയർന്നിരിക്കുകയാണ് കണ്ണൂരിൽ. മിഥുനാണ് വാർത്തയുടെ വിശദ വിവരങ്ങൾ നൽകിയത്.